ഒരു മനുഷ്യനോട് നമ്മളുടേതായ കാര്യങ്ങൾ പങ്കുവച്ചാൽ അന്നേരം ചിരിക്കും, സന്തോഷിക്കും ഒക്കെ ചെയ്യുമെങ്കിലും നമ്മളൊരു മനുഷ്യനോട് ദൈവത്തിൻ്റെ വചനം എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ നമ്മൾ അവിടുന്ന് പോയാലും വചനം അവിടുന്ന് പോകുകയില്ല. ആ വചനം ആ വ്യക്തിയിൽ ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളൊരു വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾ പറയുന്നു, നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ പങ്കുവയ്ക്കുന്നു. ആ കൂട്ടത്തിൽ ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ആ വ്യക്തിയോട് യേശുക്രിസ്തു പറഞ്ഞതോ, പിതാവായ ദൈവം അറിയിച്ചതോ, പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരിലൂടെ വെളിപ്പെടുത്തിയതോ ആയ ദൈവത്തിൻ്റെ വചനം ആ വ്യക്തിയോട് നിങ്ങൾ പങ്കുവെക്കുന്നുവെങ്കിൽ ആ വചനം ആ വ്യക്തിയിലും ആ വ്യക്തിയുടെ കുടുംബത്തിലും ക്രിയ ചെയ്യുവാനിട വരും. അതുകൊണ്ടാണ് തിരുവെഴുത്തിൽ വ്യക്തമായി നമുക്ക് വാഗ്ദത്തം നൽകിയിരിക്കുന്നത്, ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും. ഞാൻ എന്ത് പർപ്പസോടുകൂടെയാണോ ഈ വചനം അയച്ചത്, ഞാൻ എന്ത് പർപ്പസോടുകൂടെയാണോ ഈ വചനം നിങ്ങളെ കേൾപ്പിച്ചത്, ആ വചനം അതിൻ്റെ ക്രിയ ചെയ്യും.